ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ള തന്നെയാണ് നമ്മൾ ഇന്ന് ഉയരയിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന ഒരാളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഇച്ചിരി പേടിയുള്ള ഒരാളെയാണ് ഇന്ന് അദ്ദേഹത്തെ പറ്റിയിട്ടാണ് അറിയാനായിട്ട് പോകുന്നത്. വേറൊന്നുമല്ല, ഒരു ഭാഷയാണ് കേട്ടോ. നമുക്ക് ഒരുപാട് പ്രിയമുള്ളൊരു ഭാഷയാണ്, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പേടിയുള്ള ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ. നമുക്ക് എന്തായാലും ഈ ഒരു ഭാഷയെ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി തരാൻ, അല്ലെങ്കിൽ കുറച്ച് ടിപ്സുകളിലൂടെ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഭാഷയെ ടാക്കിൾ ചെയ്യാൻ കുറേയധികം ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് നമ്മളോടൊപ്പം ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏറ്റവും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി വെൽക്കം ചെയ്യാം റോയ് മൈക്കൽ സാർ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. സാറിനെ കൂടുതൽ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. കുറേ പേർക്ക് അറിയാം, എങ്കിലും ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് പരിചയപ്പെടേണ്ട ആവശ്യകതയുണ്ടല്ലോ സാർ. നമുക്കറിയാം, നമ്മുടെ 30 വർഷത്തിലധികമായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുള്ള അധ്യാപകൻ, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം മാന്നാനം കെ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ആയിട്ട് കറന്റ്ലി വർക്കിംഗ് ആണ്. സാർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം, കുഴപ്പമില്ലായിരിക്കുന്നു. എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. അടിപൊളിയായിട്ട് പോകുന്നു. ഭംഗിയായിട്ട് പോകുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്കറിയാം, ഇപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ടൈമാണ്. ഈ സമയത്ത് കൂടുതലായിട്ടും ഈ ഇംഗ്ലീഷ് ഭാഷയെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് മലയാളികൾക്ക് പൊതുവെ പേടിയുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷിനെ സിനിമകളിലാണെങ്കിലും അല്ലെങ്കിൽ ഡെയിലി ലൈഫിലാണെങ്കിലും നമ്മൾ കരുതുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പോ ഇന്ന് ആ ഒരു ഭാഷയെ നമുക്ക് ഈസി ആക്കാനുള്ള കുറെ അധികം എളുപ്പ വഴികളായിട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം അല്ലേ സാർ? എനിക്കറിയാവുന്നത് ഞാൻ പറയാം. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സാറിന് അറിയാത്തത് എന്തായാലും ഈ ഒരു ഭാഷയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സാറിന്റെ എക്സ്പീരിയൻസ് ആണെങ്കിലും സാറിന്റെ ഓരോ അച്ചീവ്മെന്റ്സ് ആണെങ്കിലും അതൊക്കെ നമുക്കൊരു എക്സാമ്പിൾ ആണ്. ശരിക്കും സാറിന് നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടുകയാണെങ്കിൽ 1992 അധ്യാപന ജീവിതം തുടങ്ങിയ ഒരാളാണ് റോയ് സാർ. സാറിന്റെ ഒരു എക്സ്പീരിയൻസ്, ഇത്രയും 30 വർഷത്തിലധികമായിട്ടുള്ള ഈ ഒരു ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് നമുക്കൊന്ന് ചെറിയ രീതിയിൽ ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. 1992 ഞാൻ ഉത്തർപ്രദേശിലാണ് എൻ്റെ അധ്യാപന ജീവിതം തുടങ്ങുന്നത്. അതിനുശേഷം നവോദയ വിദ്യാലയ പോർബന്ദർ, അവിടെ ഞാൻ ഏതാണ്ട് 3.5 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അതിനുശേഷം നമ്മുടെ മാന്നാനത്ത് തന്നെയുള്ള കെ കോളേജിൽ ജൂനിയർ ലെക്ചറായിട്ട് ഇവിടെ അപ്പോയിൻറ്റഡായി. അവിടുന്ന് പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്തപ്പോൾ ഞങ്ങൾ കുറേ ജൂനിയർ ലെക്ചറർ കാറ്റഗറിയിലുള്ള അധ്യാപകർ പ്രീ ഡിഗ്രി എന്ന് മാറി ഹയർ സെക്കൻഡറിയിലേക്ക് റീഡിപ്ലോയിഡ് ആകേണ്ടി വന്നു. അതിൻ്റെ ഫലമായി ഞങ്ങൾ കുറേ പേര് മാന്നാനം കെ കോളേജിൽ നിന്ന് സെൻറ്റ് എഫ്രൈംസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വന്നു. പിന്നെ അവിടെ ഞാൻ അധികം നാൾ നിന്നില്ല. അതിനുശേഷം ഞാനൊരു കുറേ നാൾ ലീവ് എടുത്ത് ഒമാനിൽ പോയി അവിടെ ആദ്യമേ അവിടെ മിനിസ്റ്ററുടെ സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് കോളേജിലേക്ക് മാറി, വീണ്ടും അവിടെ നിന്ന് ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാറി. അങ്ങനെ നീണ്ട 15 വർഷം അവിടെ. ആക്ച്വലി ഞാനവിടെ പോയത് വേറെ ഒരു 3 വർഷത്തെ ലീവ് എടുത്താണ് പോയത് ഇനീഷ്യലി. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സാഹചര്യവും എല്ലാം കൊണ്ട് അവിടെ നിൽക്കാനായിട്ട് തോന്നി. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. 15 വർഷം അവിടെ തങ്ങി. അങ്ങനെ ചെന്നപ്പോൾ കുട്ടികൾ അവിടെ ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവരുടെ സ്കൂളിൻ്റെ SMC എന്ന് പറയും, സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി, അതിൻ്റെ പ്രസിഡൻ്റൊക്കെ ആകാൻ സാധിച്ചു. അങ്ങനെ രണ്ട് സ്കൂളുകളുടെ പ്രസിഡൻ്റ് ആകാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസും സ്കൂളിന് വേണ്ടി അവിടെ ഒരു സ്കൂൾ പണിയിക്കുക വരെ ചെയ്തു. ഞങ്ങളുടെ SMC തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്കൂൾ തന്നെ, മോസ്റ്റ് മോഡേൺ ടെക്നോളജിയൊക്കെ ഉള്ള ഒരു നല്ല ബിൽഡിംഗ് തന്നെ നമുക്ക് പണിയാൻ പറ്റി. ഓക്കെ, നൈസ്. അങ്ങനെ അവിടുന്ന് ആക്ച്വലി പോരാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇവിടെ എൻ്റെ ജോലി കിടക്കുകയാണ്, ഇവിടെ ഒന്ന് റീജോയിൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് 2016 ഐ ഗോട്ട് ബാക്ക് ആൻഡ് റീജോയിൻ മൈ ഡ്യൂട്ടി ഹിയർ. ഇവിടെ സെൻറ്റ് എഫ്രൈംസിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തപ്പോൾ നമ്മുടെ മാന്നാനം കെ സ്കൂളിലെ പ്രിൻസിപ്പൽ മല്ലശ്ശേരിലച്ചൻ എന്നെ വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ചെന്നു. ഒരു നൈസ് ഇൻവിറ്റേഷൻ കിട്ടി. അപ്പോൾ ഞാനത് ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. ഞാനത് ഓക്കെ സാർ. അപ്പോൾ എന്തായാലും ഇന്ത്യക്കുള്ളിലും ഇന്ത്യക്ക് പുറത്തും ഒരുപാട് നാളത്തെ ഏകദേശം 30 വർഷത്തിലധികം സേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിഷയത്തെ ഇനി നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ന് ഉയരയിൽ അതിനുള്ള സിമ്പിൾ വേസ് നമ്മൾ പറഞ്ഞു തരും. കൂടെ തന്നെ നമ്മോടൊപ്പം റോയ് സാർ ഉണ്ട്. നമ്മൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി ഇന്നത്തെ ഉയരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സാർ. ഓക്കെ. കേട്ടോണ്ടേയിരിക്കൂ. ഉയരെയാണ് പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗ ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം.
വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ കൂടെയുള്ള തന്നെയാണ്. നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് വിഷയത്തെ സിമ്പിളായിട്ടും അടിപൊളിയായിട്ടും മനസ്സിലാക്കാൻ പോവുകയാണ് ഇന്നത്തെ ഉയരയിലൂടെ. ആൻഡ് നമ്മോടൊപ്പം ഒരു എക്സ്പേർട്ട് തന്നെയാണ് ജോയിൻ ചെയ്യുന്നത്. ഇന്ത്യക്കുള്ളിലും ഇന്ത്യക്ക് പുറത്തും 30 വർഷത്തിലധികം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ എക്സ്പേർട്ട് തന്നെയാണ് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം മാന്നാനം കെ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ റോയ് മൈക്കൽ സർ. സാർ വീണ്ടും സ്വാഗതം പറയാണ് കേട്ടോ. ശരി, അപ്പൊ എന്തായാലും നമ്മൾ കുറച്ച് മുൻപ് സാറിന്റെ ഒമാനിലെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ഫുൾ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു, ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഒന്നേന്ന് തുടങ്ങേണ്ട അവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അതുപോലെ തന്നെ നമുക്കും ഇന്ന് ഒന്നേന്ന് തുടങ്ങാം. ശരിക്കും ഓരോ കുട്ടികളും അവരാദ്യം ശ്രദ്ധിക്കേണ്ടത് വൊക്കാബുലറീസ് തന്നെയാണ് അല്ലേ? സോ ഒരു സ്റ്റുഡന്റിന് ഇംഗ്ലീഷ് വൊക്കാബുലറി നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം സാർ? അതുപോലെ തന്നെ വൊക്കാബുലറിയുടെ ടൈപ്സും നമുക്ക് അറിഞ്ഞാൽ കൊള്ളാം. നമ്മൾ ബേസിക്കായിട്ട് വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള പല മെത്തേഡ്സും ഉണ്ട്. അതിലേറ്റവും നല്ല മെത്തേഡ് എനിക്ക് തോന്നുന്നു റീഡിംഗ് ആണ്. റീഡ് ന്യൂസ് പേപ്പർ. ദിസ് ഈസ് വെരി മച്ച് അവൈലബിൾ ഹാൻഡി ഫോർ us. സോ ന്യൂസ് പേപ്പർ റീഡിങ്, അതുപോലെ ആസ് മെനി റീഡിങ് മെറ്റീരിയൽസ് ആസ് പോസിബിൾ, അതാണ് ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാവുന്നത്. പിന്നെ നമുക്ക് തീർച്ചയായിട്ടും ഡിക്ഷണറീസ് ഇപ്പോൾ ഞങ്ങളുടെ കാലത്തെ പോലെയല്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോഴും എൻ്റെ കയ്യിൽ ഓക്സ്ഫോർഡ് ലേണേഴ്സ് ഡിക്ഷണറി ഉണ്ടായിരുന്നു. അതിപ്പോഴും ഞാൻ ട്രഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് കട്ടിയുള്ള അത് ഞാൻ രണ്ടാമത് ബൈൻഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതിപ്പം വളരെ ഓൾഡ് ആയിട്ട് സോയിൽഡ് ആയിട്ടിരിക്കുകയാണത്. കാരണം എന്താണ്, അത് ഒത്തിരി യൂസ്ഡപ്പ് ആയി ഞങ്ങളൊക്കെ. അപ്പം ഡിക്ഷണറി നന്നായിട്ട് യൂസ് ചെയ്യുക. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ട്, അവൈലബിൾ ആണ്. ഇൻ്റർനെറ്റ് കാരണം നമ്മുടെ ഫോണിൽ തന്നെ ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പം പണ്ടൊക്കെ നമുക്കിത് എടുത്ത് മറിക്കണമായിരുന്നു. അപ്പം ഡിക്ഷണറീസ് നമുക്ക് ധാരാളം പല ടൈപ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു വാക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അത് റെഫർ ചെയ്യുക, ഡിക്ഷണറിയിൽ തന്നെ പോയി നോക്കുക ഇൻ്റർനെറ്റിൽ കൂടി. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഈ ബുക്ക് ഓഫ് സിനോനിംസ് ഉണ്ട്. ആ സിനോനിംസ് ഇതുപോലെ തന്നെ ഒരു വാക്കറിഞ്ഞാൽ അതിൻ്റെ പല ടൈപ്സ് ഓഫ് വേർഡ്സ് ഉണ്ടല്ലോ, സിമിലർ മീനിങ്സ് ഉള്ളത് സിനോനിംസ്, അതായത് മീനിങ്സ് വരുന്നു. അപ്പം അങ്ങനെയുള്ള വാക്കുകളും ധാരാളം അങ്ങനെയുള്ള സിനോനിംസ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിൽ കൂടി നമുക്ക് ഒരു വേർഡിൻ്റെ തന്നെ പല വേർഡ്സ് വിത്ത് സിമിലർ മീനിങ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ വൊക്കാബുലറി എക്സ്പാൻഡ് ചെയ്യുകയാണ്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ന്യൂസ് കേൾക്കുക, ന്യൂസിൽ കൂടി പിന്നെ TV വാച്ച് ചെയ്യുക. ഇപ്പം എത്രയോ ചാനൽസ് നമുക്കുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പം ഇതിൽ കൂടിയെല്ലാം നമുക്ക് നമ്മുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും റീഡിംഗ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്കിപ്പോൾ ഈ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ സബ്സ്ക്രൈബ് ടു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് അറ്റ്ലീസ്റ്റ് വൺ ഇൻ എവറി ഹൗസ്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പറയുക. അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഇംഗ്ലീഷ് മനസ്സിലായാലും ഇല്ലെങ്കിലും, നിങ്ങൾക്കും ഇംഗ്ലീഷ് മനസ്സിലായാലും ഇല്ലെങ്കിലും, നിങ്ങളൊരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ സബ്സ്ക്രൈബ് ചെയ്ത് വീട്ടിൽ വരുത്തുക. എങ്ങനെയെങ്കിലും കുറേ ഹെഡ്ലൈൻസ് എങ്കിലും നിങ്ങൾ വായിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് കുറേ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് അത് മനസ്സിലാകണമെന്നൊന്നുമില്ല. ഉടനെ തന്നെ നിങ്ങൾ പോയി അത് ചെയ്യണമെന്നില്ല. ഉടനെ തന്നെ ഡിക്ഷണറി പോയി റെഫർ ചെയ്യണമെന്നില്ല. അത് കോണ്ടെക്സ്റ്റിൽ കൂടി മനസ്സിലാക്കി പോവുക. അതാണ് നമുക്ക് ഇംഗ്ലീഷ് വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം. ഓക്കെ സാർ. പിന്നെ നമുക്ക് ടൈപ്സ് ഓഫ് വൊക്കാബുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ്, നമുക്ക് ആക്റ്റീവ് വൊക്കാബുലറി, പാസീവ് വൊക്കാബുലറി എന്ന് പറയും. ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന വൊക്കാബുലറി. അതുപോലെ തന്നെ പാസീവ് വൊക്കാബുലറി എന്ന് പറയുന്നത് നമ്മൾ വി ലിസൺ ടു ദീസ് വേർഡ്സ്, അത് പാസീവ് വൊക്കാബുലറി. പിന്നെ ഇതിൻ്റെ ബേസിക് വൊക്കാബുലറി ഉണ്ട്, അതായത് ദ കൈൻഡ്സ് ഓഫ് വേർഡ്സ് ദാറ്റ് വി യൂസ് എവറി ഡേ in our everyday conversation. Daily routine ആയിട്ട് നമ്മൾ ഫോളോ ചെയ്തു വരണം. ഇപ്പം ഫോൺ, വാട്ടർ, whatever we see right in front of us. Okay, so like chair, table, basic vocabulary. And then of course high frequency vocabulary is there. High frequency like can, may, a, the, they are high frequency. That means they are frequently used words. Then technical vocabulary, those words relate to the technology, like this podcast, this itself.
And then environment that also is part of this environmental engineering, etc., etc. So it can be categorized into different categories. ഓക്കെ സാർ, ഓക്കെ. അപ്പം എന്തായാലും നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞു ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബേസിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കുട്ടി വായനശീലം നല്ല രീതിയിൽ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ റീഡിംഗ് സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടെ തന്നെ കുറച്ച് മുൻപേ നമ്മൾ പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും പറയും ന്യൂ വേർഡ്സ് ഓരോ ദിവസം നമ്മൾ തന്നെ കണ്ടുപിടിച്ച് വരാം, അതിൻ്റെ അർത്ഥം പറയാം, ദെൻ നിങ്ങൾ കണ്ടുപിടിച്ച വേർഡ് ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്ത് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ കുറേയധികം പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കും. സാർ കുറച്ച് മുൻപേ പറഞ്ഞ സിനോണിംസ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരൊറ്റ വാക്ക് ഇപ്പോൾ മരം മാത്രമാണെങ്കിൽ അതിൻ്റെ പല പല അർത്ഥങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്, അതെ തരൂ അങ്ങനെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ ഇത്രയും കുറച്ച് ടിപ്സൊക്കെ നിങ്ങളും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വെക്കേഷൻ ടൈമിൽ നമുക്ക് ഗംഭീരമായിട്ട് ഇംഗ്ലീഷിനോടുള്ള ആ ഒരു പേടി അങ്ങോട്ട് മാറ്റാം. സോ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയെ നമുക്ക് ഒരു ഫ്രണ്ടിനെ പോലെ ഇനി കാണാൻ പറ്റും. ഇന്നത്തെ ഉയരെ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി കേട്ടോ. സോ ഇനിയും കുറേയധികം ടിപ്സും ട്രിക്സും ആയിട്ട് ഞാനും ഒപ്പം നമ്മുടെ സ്വന്തം റോയ് സാറും കൂടെ തന്നെയുണ്ട്. അടുത്തൊരു പാട്ടിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. കേട്ടുകൊണ്ടേയിരിക്കൂ. ഉയരെയാണ് പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ് ഉയരെ. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ് ഉയരെ. ഇന്ന് നമ്മോടൊപ്പം ഉയരയിൽ ജോയിൻ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട നമുക്ക് ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ സ്വന്തം റോയ് സാറാണ്. അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ മാന്താനം കെ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ആണ്. അതുപോലെ തന്നെ 30 വർഷത്തിലധികമായിട്ട് അദ്ദേഹം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. സോ സാർ, നമ്മൾ കുറച്ച് മുൻപ് ഒരു ബേസിക് എങ്ങനെയാണ് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ വൊക്കാബുലറി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി സംസാരിച്ചായിരുന്നു അല്ലേ? ഇനി നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ ഒരു ഇൻട്രൊഡക്ഷനിലേ പറഞ്ഞ പോലെ മലയാളികൾക്ക് ഇപ്പോഴും ഒരു പേടി സ്വപ്നമാണ് ഇംഗ്ലീഷ് ഭാഷ അല്ലേ? നമ്മളൊന്ന് പതറുന്നത് ചില സമയത്ത് അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നല്ല രീതിയിൽ എല്ലാവർക്കും ഭാഷയിൽ നല്ല രീതിയിൽ ഒരു ഈസിനെസ് വന്നിട്ടുണ്ട്. പക്ഷേ കുറേ പേർക്ക് എന്നാലും ഒരു ഭയമാണ് അല്ലേ ഈ ഒരു ഭാഷയെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്. സോ മലയാളികൾ കോമൺലി ഈ ഒരു ഭാഷ യൂസ് ചെയ്യുമ്പോൾ കണ്ടുവരുന്ന കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് സാർ പൊതുവെ കണ്ടുവരുന്നത്? എന്നെ പറഞ്ഞതുപോലെ നമ്മൾ മലയാളികൾക്ക് ഈ സ്പീക്കിങ്ങിൽ വളരെ പുറകോട്ടാണ്. നമുക്ക് കാണാൻ സാധിക്കും വെളിയിൽ, കേരളത്തിന് വെളിയിലോ ഇന്ത്യക്ക് വെളിയിലോ ചെല്ലുമ്പോൾ മലയാളികൾക്ക് സ്പീക്കിംഗ് സ്കിൽ അവരുടെ വളരെ പുറകോട്ടാണ്. പക്ഷേ റൈറ്റിങ്ങിൽ അവർ വളരെ ഹെഡാണ്, ഫാർ ഹെഡ്. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടെ സ്കൂളിൽ, അത് ആ സ്കൂളിൽ കിട്ടുന്ന ട്രെയിനിങ് ആണ് ആക്ച്വലി. സ്കൂളിൽ നമുക്ക് വി ആർ ഗിവൺ ഇനഫ് പ്രാക്ടീസ് ഇൻ റൈറ്റിംഗ്. പക്ഷേ സ്പീക്കിങ്ങിൽ നമുക്ക് അതിനുള്ള പ്രാക്ടീസ് കിട്ടുന്നില്ല. അത് ഒരുപക്ഷെ നമുക്ക് തരുന്ന കരിക്കുലത്തിൻ്റെയും കൂടെ പ്രോബ്ലം ആകാം. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ സിലബസും അതും ഇതൊക്കെ ആകാം. നമുക്ക് സ്പീക്കിംഗ് എന്നുള്ള ആ സ്കില്ലിന് നമുക്ക് വി ആർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതാകാം. പിന്നെ പൊതുവായിട്ട് മെനി മിസ്റ്റേക്സ് നമുക്ക് കാണാനും സാധിക്കും. പക്ഷെ നമ്മളത് എൻറ്റയർലി നമ്മളുടെ ഒരു മലയാളികളെ അങ്ങ് ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആഫ്റ്റർ ഓൾ ഇറ്റ് ഇസ് നോട്ട് അവർ നേറ്റീവ് ലാംഗ്വേജ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇംഗ്ലീഷ്, ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു വേർഷൻ തന്നെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കും. അത് ആക്സെപ്റ്റഡുമാണ്, റെക്കഗ്നൈസ്ഡ് ആണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് ഈസ് റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജ് നൗ. ബ്രിട്ടീഷ് അതുപോലെ അമേരിക്കൻ ആക്സെന്റ് ഒക്കെ പോലെ തന്നെ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ഡയലക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഉണ്ട്. പക്ഷേ എന്നാലും ചില കോമൺ മിസ്റ്റേക്സ് ഉണ്ട് വിച്ച് ഷുഡ് നോട്ട് ബി ക്രെപ്റ്റ് ഇൻ ടു അവർ ലാംഗ്വേജ് വൈൽ സ്പീക്കിംഗ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം മലയാളികളുടെ മാത്രമായിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു സെഡ് എന്നുള്ള ആ ശബ്ദമുണ്ട്, സി, ആ ലെറ്റർ നമ്മൾ പറയുന്നത് അത് തന്നെ. നമ്മൾ ഉദാഹരണത്തിന് ZERO, സീറോ എന്ന് പറയും. സീറോ, ഇറ്റ് ഷുഡ് ബി സീറോ ആക്ച്വലി. അതുപോലെ തന്നെ സീബ്ര, അത് പൊതുവേ നമ്മുടെ മലയാളികൾ അത് വളരെ കോമൺ ആയിട്ട്. പക്ഷേ ഇത് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പം പഞ്ചാബിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരത് ജീബ്ര എന്ന് പറയും, അല്ല ജീറോ എന്ന് പറയും. അപ്പോൾ അത് വേറൊരു എക്സ്ട്രീം അത് വേറൊരു സൈഡ് അതിൻ്റെ. അതുപോലെ തന്നെ സ്കൂൾ, നമ്മളിവിടെ സ്കൂൾ പറയുന്ന അവർ സ്കൂൾ എന്ന് പറയുന്നത്, അല്ലെ ഈ സ്കൂൾ എന്ന് പറയുന്നത്, അതൊക്കെ മാറി മാറിയൊക്കെ ഇരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇതിപ്പം പറയുന്നത്. നമ്മൾ വേറൊരു മെയിൻ മിസ്റ്റേക്ക് നമ്മൾ വരുന്നത്, നമ്മൾ പറയില്ല ക്യുക്ക് എന്ന് പലരും പറയും, ക്യുക്ക്. പക്ഷേ ആക്ച്വലി ഇറ്റ് ഷുഡ് നോട്ട് ബി ക്യുക്ക്, ഇറ്റ് ഷുഡ് ബി ക്വിക്ക്.
KWIK എന്ന് പറഞ്ഞ പോലെ പറഞ്ഞത് ക്വിക്ക്. അതുപോലെ തന്നെ ക്വീൻ, നമ്മൾ മിക്കവാറും എല്ലാവരും പറഞ്ഞ ക്യൂൻ ക്യുക്ക്. നമ്മൾ പല മൂവീസിലും പോലും കേട്ടിട്ടുണ്ട് ക്യൂൻ ക്യുക്ക് കമോൺ ക്വിക്ക്. അതല്ല എൻ്റെ ശരി, ക്വീൻ ക്വിക്ക്, അങ്ങനെയുള്ള ചില മിസ്റ്റേക്സ് നമ്മൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ W പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, Wയും Vയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അതുകൊണ്ടൊരു ഉദാഹരണത്തിന് നമ്മൾ വെറ്റ് ആൻഡ് വെറ്റ്, അത് നമ്മുടെ ആ സൗണ്ടിൽ നിന്ന് നമുക്ക് അത് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുള്ളൂ ആ വാക്ക്. വെൻറ്റ് ആൻഡ് വെൻറ്റ്, അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാകുന്നത്. ഞാൻ വെൻറ്റ് എന്ന് പറഞ്ഞപ്പം ഐ റൗണ്ടഡ് മൈ ലിപ്സ് ആൻഡ് സ്പോക്ക് വെൻറ്റ്. അപ്പം WENT ആണത്. പക്ഷേ വെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VENT, അത് നമ്മുടെ ലോവർ ലിപ്പ് ഷുഡ് ഗെറ്റ് അണ്ടർ ദ അപ്പർ റോ ഓഫ് ടീത്ത്. അപ്പോൾ അത് വി ആയിട്ട് നമ്മൾ സംസാരിക്കും. സോ ഫോണറ്റിക്സിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് നമുക്ക് തീർച്ചയായിട്ടും അത് ഞാൻ പ്രത്യേകം എൻ്റെ കുട്ടികളോടൊക്കെ ഞാൻ പറയാറുണ്ട്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വാട്ട്, വെൻ, വെയർ, വിച്ച്, ഹൂ, വൈ എക്സെട്ര. യു ഷുഡ് റൗണ്ട് യുവർ ലിപ്സ് വൈൽ പ്രൊണൗൺസിങ് ദീസ് വേർഡ്സ്. ബട്ട് വി നമ്മൾ റൗണ്ട് ചെയ്യരുത്. നമ്മുടെ ലോവർ ലിപ്പ് നമ്മുടെ അപ്പർ റോ ഓഫ് ടീത്തിൻ്റെ താഴെ വരത്തക്ക വിധമായിരിക്കണം വി പ്രൊണൗൺസ് ചെയ്യുന്നത്. വെറ്റ്, വെൻറ്റ്, വാസ്, അങ്ങനെയൊക്കെ. ഓക്കെ, ദെൻ പിന്നെ കുറച്ച് വേർഡ്സുകളൊക്കെ ഉണ്ട് നമുക്ക്. ഉദാഹരണത്തിന് നമ്മൾ ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന പോലെ, ലാംഗ്വേജ്, ഇറ്റ് ഈസ് നോട്ട് ലാംഗ്വേജ് ആക്ച്വലി, ഇറ്റ്സ് ലാംഗ്വേജ്. പിന്നെ നമ്മൾ എന്താണ്, ഇപ്പോൾ നമ്മൾ ഉദാഹരണം ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് SUITE. അത് മിക്കവാറും നമ്മൾ പറയുന്നത് സ്യൂട്ട് റൂം എന്ന് പറയും, സ്യൂട്ട് റൂം. അവിടെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, അവിടെ ഒരെണ്ണം എന്തോ ഒരെണ്ണം കണ്ടായിരുന്നു, ക്രിയേറ്റീവ്സ് ഷുഡ് ബി സ്വീറ്റ്, it should be sweet room, as if we pronounce it as SWEET, സ്വീറ്റ് എന്ന് പറയാറില്ലേ, മധുരം എന്ന് പറയുന്ന പ്രൊനൗൺസിയേഷൻ, ആ ഒരു സൗണ്ട് ആണ് വരുന്നത്. അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളിപ്പം ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതിനാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ആ സൗണ്ട് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് അത്ലറ്റ് എന്ന് പറയാറില്ലേ, അത്ലറ്റ് ഇറ്റ്സ് നോട്ട് അത്ലീറ്റ്, അങ്ങനെ കുറേ വേർഡ്സുകളുണ്ട്. ഡൈവോഴ്സ്, ഇറ്റ് ഈസ് ഡിവോഴ്സ്. പിന്നെ കബേർഡ്, ഇറ്റ് ഈസ് നോട്ട് കബോർഡ്, ഇറ്റ് ഈസ് കബേർഡ്. അങ്ങനെ കുറച്ച്. ഇവൻ ദ വേർഡ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് നോട്ട് ക്വസ്റ്റ്യൻ പേപ്പർ, ഇറ്റ് ഈസ് ക്വസ്റ്റ്യൻ. അങ്ങനെ കുറേ വേർഡ്സുകൾ നമ്മൾ മിസ്പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് നോക്കിയാൽ മതി. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന അല്ലെങ്കിൽ തെറ്റിക്കുന്ന വേർഡ്സുകളാണ്, മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്സാണ്, വളരെ കോമൺ ആയിട്ടുള്ള. ഓക്കെ സാർ, ഓക്കെ. ഇനിയും കുറേയധികം ടിപ്സും ട്രിക്സും ആയിട്ട് ഞാനും ഒപ്പം നമ്മുടെ സ്വന്തം റോയ് സാറും കൂടെ തന്നെയുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ. ഉയരെയാണ് പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മോടൊപ്പം ഉയരയിൽ ജോയിൻ ചെയ്യുന്നത് നമുക്ക് ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ സ്വന്തം റോയ് സാറാണ്. നമ്മുടെ മാന്താനം KE സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ആണ്. അതുപോലെ തന്നെ 30 വർഷത്തിലധികമായിട്ട് അദ്ദേഹം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് സാർ. അതുപോലെ ഇപ്പോൾ പലരും ഇംഗ്ലീഷ് പറയാൻ പേടിക്കുന്നത് മിക്കവാറും എൻ്റെ ഗ്രാമറിന് തെറ്റുവരോ, അതുപോലെ തന്നെ ഇപ്പോൾ ചിലവർ വേഗം തന്നെ അത് മലയാളത്തിൽ നിന്ന് അതേപടി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. പക്ഷെ ആ ട്രാൻസ്ലേഷനിൽ മൊത്തം തെറ്റുമോ എന്നുള്ള പേടികളൊക്കെ ഉണ്ട്. സോ അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സാർ? നമ്മൾ ആസ് ഐ ടോൾഡ് യു ബിഫോർ, വി ആർ നോട്ട് നേറ്റീവ് സ്പീക്കേഴ്സ്. അതെ. അപ്പോൾ നമ്മൾ ഇതിന് നാച്ചുറലായിട്ട് നമ്മൾക്കിത് വരികയില്ല. അപ്പോൾ അല്ലെങ്കിൽ വി ഷുഡ് ബി പുട്ട് ഇൻ ടു ദാറ്റ് എൻവയറമെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ്. അപ്പോൾ അതാണ് നമ്മൾ പലയിടത്തും ചെയ്യാൻ നോക്കുന്നത്. ഏതാണ് ആ എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് സ്പീക്കിംഗ് നമ്മളവിടെ എൻഫോഴ്സ് ചെയ്യാൻ നോക്കുന്നു. അപ്പം നമ്മളവിടെ നാച്ചുറലായിട്ട് കുറേ കുട്ടികളെങ്കിലും അത് ലേൺ ചെയ്യും. പക്ഷേ ഇതൊന്നും സാധിക്കാത്തവർക്ക് നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ആ ഗ്രാമർ കുറച്ചെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പൊട്ടത്തെറ്റ് പറയും. ഇപ്പം നമ്മളുടെ ഇവിടെ ഈ സർക്കിളിലൊക്കെ ഓക്കെ, പക്ഷേ ദർ ആർ പ്ലേസസ് വെയർ വി ആർ സപ്പോസ് ടു സ്പീക്ക് ഫ്ലുവൻ്റ്ലി, കറക്റ്റ്ലി.
കറക്റ്റ് അതെ, ഇംഗ്ലീഷ്. കറക്റ്റ് ഇംഗ്ലീഷ്. അപ്പോൾ അവിടെ നമ്മൾ ഈ പൊട്ട ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തീർച്ചയായിട്ടും അവർ അവഗണിക്കും, നമ്മൾ മോശമായിട്ട് അവർ കൺസിഡർ ചെയ്യും, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അവിടെ കിട്ടുകയില്ല. അപ്പം നമ്മുടെ ഇംഗ്ലീഷ് മാറ്റേഴ്സ് ആക്ച്വലി, അവർ ലാംഗ്വേജ് മാറ്റേഴ്സ്. അപ്പോൾ എന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഗ്രാമറിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫിയർലെസ്ലി യു സ്പീക്ക് എനിവേ, എന്നാലാണ് അത് കറക്റ്റ് ആവുള്ളൂ അല്ലേ? അത് പ്രത്യേകിച്ചും അങ്ങനെ അല്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ഈ ലേണിംഗ് സ്റ്റേജിലൊക്കെ, you should speak fearlessly without worrying about the mistakes, the consequences, because there are no consequences. കാരണം നിങ്ങൾ ഇവിടെ അങ്ങനെയുള്ള ഒരു വലിയ സ്റ്റേജിലൊന്നും അല്ല പോയി ഇംഗ്ലീഷ് പറയുന്നത്. അപ്പം പ്രാക്ടീസ് ചെയ്യാം, നിങ്ങൾ യു ആർ ലേണിംഗ് ഇംഗ്ലീഷ്. അപ്പം വൈൽ ലേണിംഗ് ഇംഗ്ലീഷ് യു ഷുഡ് നോട്ട് ബി സോ മച്ച് കൺസേൺഡ് അബൌട്ട് ദ മിസ്റ്റേക്സ് ദാറ്റ് യു മൈറ്റ് മേക്ക് ഓർ യു ആർ ലൈക്ലി ടു മേക്ക്. ഓക്കെ, സോ അതിന് ഒത്തിരി വറീഡ് ആവേണ്ട കാര്യമില്ല ഈ ഗ്രാമറിനെ പറ്റി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഫ്യൂച്ചറിൽ ഇപ്പം നിങ്ങൾ വെളിയിലൊക്കെ പോകുമ്പോഴത്തേനും നല്ല ഇംഗ്ലീഷ് പറയണമെങ്കിൽ നിങ്ങളെന്നല്ല നമ്മൾ, അതെ അതെ, നമ്മളെല്ലാവരും ഇൻക്ലൂഡിങ് മൈ സെൽഫ്. ഓക്കെ, സോ നമ്മളെല്ലാവരും വെളിയിലൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല ഇംഗ്ലീഷ് പറയണമെന്ന് അവർ നമുക്ക് ആ ഒരു ഡിസ്റ്റിങ്ഷൻ അവിടെ കിട്ടും. അത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്, വെൻ വി യൂസ് ഗുഡ് ലാംഗ്വേജ്, ഫ്ലോലെസ് ലാംഗ്വേജ്, ഫ്ലുവൻറ്റ് ലാംഗ്വേജ്, കറക്റ്റ് ലാംഗ്വേജ്, നമ്മൾക്ക് വേണ്ട അറ്റൻഷൻ കിട്ടും, വേണ്ട പരിഗണനയും കിട്ടും. അതാണ് തീർച്ചയായിട്ടും. നമ്മൾ പറയാറില്ലേ, മാസ്റ്റർ ഇംഗ്ലീഷ് ആൻഡ് കോൺകർ ദ വേൾഡ്. മാസ്റ്റർ ഇംഗ്ലീഷ് ആൻഡ് കോൺകർ ദ വേൾഡ്. ഇപ്പോഴത്തെ കാലത്ത് വേറെ ഏത് ലാംഗ്വേജ് പഠിക്കുന്നതിലും തീർച്ചയായിട്ടും നമുക്ക് പഠിക്കേണ്ട ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയാണ്. നമ്മളിവിടെ ജർമ്മനും ഫ്രഞ്ചും അതും ഇതൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാത്രമുള്ളതാണ്. നമ്മൾ വേൾഡ് ഓവർ ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്കൊരു റെക്കഗ്നീഷൻ കിട്ടണമെങ്കിൽ, നമ്മൾക്ക് ഇവിടെ നമുക്കൊരു വെന്യൂ കിട്ടണമെങ്കിൽ അപ്പോൾ അതിനാണ് പറയുന്നത് ഇൻ്റർനാഷണൽ ലാംഗ്വേജാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളതിനെ വേണ്ട രീതിയിൽ നമ്മളത് കെയർ കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മൾ വളരെ ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കണം. അത് പഠിച്ച് നല്ല പ്രാക്ടീസ് ചെയ്യണം, പ്രൊഫഷ്യൻ്റ് ആകണം ഈ ലാംഗ്വേജിൽ. എന്നാൽ തീർച്ചയായിട്ടും സക്സസ് വിൽ ബി യുവേഴ്സ്. സോ റോയ് സാറാണ് നമുക്ക് കുറേയധികം എളുപ്പവഴികൾ വെൽക്കം ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ള തന്നെയാണ് നമ്മൾ ഇന്ന് ഉയരയിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന ഒരാളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഇച്ചിരി പേടിയുള്ള ഒരാളെയാണ് ഇന്ന് അദ്ദേഹത്തെ പറ്റിയിട്ടാണ് അറിയാനായിട്ട് പോകുന്നത്. വേറെ ഒന്നുമല്ല, ഒരു ഭാഷയാണ് കേട്ടോ. നമുക്ക് ഒരുപാട് പ്രിയമുള്ളൊരു ഭാഷയാണ്, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പേടിയുള്ള ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ. നമുക്ക് എന്തായാലും ഈ ഒരു ഭാഷയെ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി തരാൻ, അല്ലെങ്കിൽ കുറച്ച് ടിപ്സുകളിലൂടെ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഭാഷയെ ടാക്കിൾ ചെയ്യാൻ കുറേയധികം ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് നമ്മളോടൊപ്പം ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏറ്റവും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി വെൽക്കം ചെയ്യാം റോയ് മൈക്കൽ സാർ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. സാറിനെ കൂടുതൽ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. കുറേ പേർക്ക് അറിയാം, എങ്കിലും ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് പരിചയപ്പെടേണ്ട ആവശ്യകതയുണ്ടല്ലോ സാർ. നമുക്കറിയാം, നമ്മുടെ 30 വർഷത്തിലധികമായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുള്ള അധ്യാപകൻ, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം മാന്നാനം കെ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ആയിട്ട് കറന്റ്ലി വർക്കിംഗ് ആണ്. സാർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം, കുഴപ്പമില്ലായിരിക്കുന്നു. എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. അടിപൊളിയായിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ടൈമാണ്. ഈ സമയത്ത് കൂടുതലായിട്ടും ഈ ഇംഗ്ലീഷ് ഭാഷയെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് മലയാളികൾക്ക് പൊതുവെ പേടിയുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷിനെ സിനിമകളിലാണെങ്കിലും അല്ലെങ്കിൽ ഡെയിലി ലൈഫിലാണെങ്കിലും നമ്മൾ കരുതുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പോ ഇന്ന് ആ ഒരു ഭാഷയെ നമുക്ക് ഈസി ആക്കാനുള്ള കുറെ അധികം എളുപ്പ വഴികളായിട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം അല്ലേ സാർ? എനിക്കറിയാവുന്നത് ഞാൻ പറയാം. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സാറിന് അറിയാത്തത് എന്തായാലും ഈ ഒരു ഭാഷയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സാറിന്റെ എക്സ്പീരിയൻസ് ആണെങ്കിലും സാറിന്റെ ഓരോ അച്ചീവ്മെന്റ്സ് ആണെങ്കിലും അതൊക്കെ നമുക്കൊരു എക്സാമ്പിൾ ആണ്. ശരിക്കും സാറിന് നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടുകയാണെങ്കിൽ 1992 അധ്യാപന ജീവിതം തുടങ്ങിയ ഒരാളാണ് റോയ് സാർ. സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഇത്രയും 30 വർഷത്തിലധികമായിട്ടുള്ള ഈ ഒരു ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് നമുക്കൊന്ന് ചെറിയ രീതിയിൽ ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. 1992 ഞാൻ ഉത്തർപ്രദേശിലാണ് എൻ്റെ അധ്യാപന ജീവിതം തുടങ്ങുന്നത്. അതിനുശേഷം നവോദയ വിദ്യാലയ പോർബന്ദർ, അവിടെ ഞാൻ
ഏതാണ്ട് 3.5 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അതിനുശേഷം നമ്മുടെ മാന്നാനത്ത് തന്നെയുള്ള KE കോളേജിൽ ജൂനിയർ ലെക്ചറായിട്ട് ഇവിടെ അപ്പോയിൻറ്റഡായി. അവിടുന്ന് പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്തപ്പോൾ ഞങ്ങൾ കുറേ ജൂനിയർ ലെക്ചറർ കാറ്റഗറിയിലുള്ള അധ്യാപകർ പ്രീ ഡിഗ്രി എന്ന് മാറി ഹയർ സെക്കൻഡറിയിലേക്ക് റീഡിപ്ലോയിഡ് ആകേണ്ടി വന്നു. അതിൻ്റെ ഫലമായി ഞങ്ങൾ കുറേ പേര് മാന്നാനം KE കോളേജിൽ നിന്ന് സെൻറ്റ് എഫ്രൈംസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വന്നു. പിന്നെ അവിടെ ഞാൻ അധികം നാൾ നിന്നില്ല. അതിനുശേഷം ഞാനൊരു കുറേ നാൾ ലീവ് എടുത്ത് ഒമാനിൽ പോയി അവിടെ ആദ്യമേ അവിടെ മിനിസ്റ്ററുടെ സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് കോളേജിലേക്ക് മാറി, വീണ്ടും അവിടെ നിന്ന് ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാറി. അങ്ങനെ നീണ്ട 15 വർഷം അവിടെ. ആക്ച്വലി ഞാനവിടെ പോയത് വേറെ ഒരു 3 വർഷത്തെ ലീവ് എടുത്താണ് പോയത് ഇനീഷ്യലി. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സാഹചര്യവും എല്ലാം കൊണ്ട് അവിടെ നിൽക്കാനായിട്ട് തോന്നി. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. 15 വർഷം അവിടെ തങ്ങി. അങ്ങനെ ചെന്നപ്പോൾ കുട്ടികൾ അവിടെ ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവരുടെ സ്കൂളിൻ്റെ SMC എന്ന് പറയും, സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി, അതിൻ്റെ പ്രസിഡൻ്റൊക്കെ ആകാൻ സാധിച്ചു. അങ്ങനെ രണ്ട് സ്കൂളുകളുടെ പ്രസിഡൻ്റ് ആകാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസും സ്കൂളിന് വേണ്ടി അവിടെ ഒരു സ്കൂൾ പണിയിക്കുക വരെ ചെയ്തു. ഞങ്ങളുടെ SMC തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്കൂൾ തന്നെ, മോസ്റ്റ് മോഡേൺ ടെക്നോളജിയൊക്കെ ഉള്ള ഒരു നല്ല ബിൽഡിംഗ് തന്നെ നമുക്ക് പണിയാൻ പറ്റി. ഓക്കെ, നൈസ്. അങ്ങനെ അവിടുന്ന് ആക്ച്വലി പോരാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇവിടെ എൻ്റെ ജോലി കിടക്കുകയാണ്, ഇവിടെ ഒന്ന് റീജോയിൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് 2016 ഐ ഗോട്ട് ബാക്ക് ആൻഡ് റീജോയിൻ മൈ ഡ്യൂട്ടി ഹിയർ. ഇവിടെ സെൻറ്റ് എഫ്രൈംസിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തപ്പോൾ നമ്മുടെ മാന്നാനം KE സ്കൂളിലെ പ്രിൻസിപ്പൽ മല്ലശ്ശേരിലച്ചൻ എന്നെ വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ചെന്നു. ഒരു നൈസ് ഇൻവിറ്റേഷൻ കിട്ടി. അപ്പോൾ ഞാനത് ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. ഞാനത് ഓക്കെ സാർ. അപ്പോൾ എന്തായാലും ഇന്ത്യക്കുള്ളിലും ഇന്ത്യക്ക് പുറത്തും ഒരുപാട് നാളത്തെ ഏകദേശം 30 വർഷത്തിലധികം സേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിഷയത്തെ ഇനി നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ന് ഉയരയിൽ അതിനുള്ള സിമ്പിൾ വേസ് നമ്മൾ പറഞ്ഞു തരും. കൂടെ തന്നെ നമ്മോടൊപ്പം റോയ് സാർ ഉണ്ട്. നമ്മൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി ഇന്നത്തെ ഉയരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സാർ. ഓക്കെ, കേട്ടോണ്ടേയിരിക്കൂ. ഉയരെയാണ് പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ് ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ് ഉയരെ. കൂടെയുള്ള തന്നെയാണ് നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് വിഷയത്തെ സിമ്പിളായിട്ടും അടിപൊളിയായിട്ടും മനസ്സിലാക്കാൻ പോവുകയാണ് ഇന്നത്തെ ഉയരയിലൂടെ. ആൻഡ് നമ്മോടൊപ്പം ഒരു എക്സ്പേർട്ട് തന്നെയാണ് ജോയിൻ ചെയ്യുന്നത്. ഇന്ത്യക്കുള്ളിലും ഇന്ത്യക്ക് പുറത്തും 30 വർഷത്തിലധികം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ എക്സ്പേർട്ട് തന്നെയാണ് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം മാന്നാനം KE സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ റോയ് മൈക്കിൾ സാർ. സാർ, വീണ്ടും സ്വാഗതം പറയാണ് കേട്ടോ. ശരി. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് മുൻപ് സാറിൻ്റെ ഒമാനിൽ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ഫുൾ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു, ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഒന്നേന്ന് തുടങ്ങേണ്ട അവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അതുപോലെ തന്നെ നമുക്കും ഇന്ന് ഒന്നേന്ന് തുടങ്ങാം. ശരിക്കും ഓരോ കുട്ടികളും അവരാദ്യം ശ്രദ്ധിക്കേണ്ടത് വൊക്കാബുലറീസ് തന്നെയാണ് അല്ലേ? സോ ഒരു സ്റ്റുഡന്റിന് ഇംഗ്ലീഷ് വൊക്കാബുലറി നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം സാർ? അതുപോലെ തന്നെ വൊക്കാബുലറിയുടെ ടൈപ്സും നമുക്ക് അറിഞ്ഞാൽ കൊള്ളാം. നമ്മൾ ബേസിക്കായിട്ട് വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള പല മെത്തേഡ്സും ഉണ്ട്. അതിലേറ്റവും നല്ല മെത്തേഡ് എനിക്ക് തോന്നുന്നു റീഡിംഗ് ആണ്. റീഡ് ന്യൂസ് പേപ്പർ. ദിസ് ഈസ് വെരി മച്ച് അവൈലബിൾ ഹാൻഡി ഫോർ us. സോ ന്യൂസ് പേപ്പർ റീഡിങ്, അതുപോലെ ആസ് മെനി റീഡിങ് മെറ്റീരിയൽസ് ആസ് പോസിബിൾ. അതാണ് ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാവുന്നത്. പിന്നെ നമുക്ക് തീർച്ചയായിട്ടും ഡിക്ഷണറീസ് ഇപ്പോൾ ഞങ്ങളുടെ കാലത്തെ പോലെയല്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോഴും എൻ്റെ കയ്യിൽ ലേണേഴ്സ് ഡിക്ഷണറി ഉണ്ടായിരുന്നു. അതിപ്പോഴും ഞാൻ ട്രഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് കട്ടിയുള്ള അത് ഞാൻ രണ്ടാമത് ബൈൻഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതിപ്പം വളരെ ഓൾഡ് ആയിട്ട് സോയിൽഡായിട്ടിരിക്കുകയാണ്. അത് കാരണം എന്താണ്, അത് ഒത്തിരി യൂസ്ഡപ്പ് ആയി ഞങ്ങളൊക്കെ. അപ്പം ഡിക്ഷണറി നന്നായിട്ട് യൂസ് ചെയ്യുക. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ട്, അവൈലബിൾ ആണ്.
ഇൻ്റർനെറ്റ് കാരണം നമ്മുടെ ഫോണിൽ തന്നെ ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പം പണ്ടൊക്കെ നമുക്കിത് എടുത്ത് മറിക്കണമായിരുന്നു. അപ്പം ഡിക്ഷണറീസ് നമുക്ക് ധാരാളം പല ടൈപ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു വാക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അത് റെഫർ ചെയ്യുക, ഡിക്ഷണറിയിൽ തന്നെ പോയി നോക്കുക ഇൻ്റർനെറ്റിൽ കൂടി. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഈ ബുക്ക് ഓഫ് സിനോണിംസ് ഉണ്ട്. ആ സിനോണിംസ് ഇതുപോലെ തന്നെ ഒരു വാക്കറിഞ്ഞാൽ അതിൻ്റെ പല ടൈപ്സ് ഓഫ് വേർഡ്സ് ഉണ്ടല്ലോ, സിമിലർ മീനിങ്സ് ഉള്ളത് സിനോണിംസ്, അതായത് മീനിങ്സ് വരുന്നു. അപ്പം അങ്ങനെയുള്ള വാക്കുകളും ധാരാളം അങ്ങനെയുള്ള സിനോണിംസ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിൽ കൂടി നമുക്ക് ഒരു വേർഡിൻ്റെ തന്നെ പല വേർഡ്സ് വിത്ത് സിമിലർ മീനിങ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ വൊക്കാബുലറി എക്സ്പാൻഡ് ചെയ്യുകയാണ്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ന്യൂസ് കേൾക്കുക, ന്യൂസിൽ കൂടി പിന്നെ TV വാച്ച് ചെയ്യുക. ഇപ്പം എത്രയോ ചാനൽസ് നമുക്കുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പം ഇതിൽ കൂടിയെല്ലാം നമുക്ക് നമ്മുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും. റീഡിംഗ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്കിപ്പോൾ ഈ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ സബ്സ്ക്രൈബ് ടു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് അറ്റ്ലീസ്റ്റ് വൺ ഇൻ എവറി ഹൗസ്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പറയുക. അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഇംഗ്ലീഷ് മനസ്സിലായാലും ഇല്ലെങ്കിലും, നിങ്ങൾക്കും ഇംഗ്ലീഷ് മനസ്സിലായാലും ഇല്ലെങ്കിലും, നിങ്ങളൊരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ സബ്സ്ക്രൈബ് ചെയ്ത് വീട്ടിൽ വരുത്തുക. എങ്ങനെയെങ്കിലും കുറേ ഹെഡ്ലൈൻസ് എങ്കിലും നിങ്ങൾ വായിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് കുറേ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് അത് മനസ്സിലാകണമെന്നൊന്നും ഇല്ല. ഉടനെ തന്നെ നിങ്ങൾ പോയി അത് ചെയ്യണമെന്നില്ല. ഉടനെ തന്നെ ഡിക്ഷണറി പോയി റെഫർ ചെയ്യണമെന്നില്ല. അത് കോണ്ടെക്സ്റ്റിൽ കൂടി മനസ്സിലാക്കി പോവുക. അതാണ് നമുക്ക് ഇംഗ്ലീഷ് വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം. ഓക്കെ സാർ. പിന്നെ നമുക്ക് ടൈപ്സ് ഓഫ് വൊക്കാബുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ്, നമുക്ക് ആക്റ്റീവ് വൊക്കാബുലറി, പാസീവ് വൊക്കാബുലറി എന്ന് പറയും. ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന വൊക്കാബുലറി. അതുപോലെ തന്നെ പാസീവ് വൊക്കാബുലറി എന്ന് പറയുന്നത് നമ്മൾ വി ലിസൺ ടു ദീസ് വേർഡ്സ്, അത് പാസീവ് വൊക്കാബുലറി. പിന്നെ ഇതിൻ്റെ ബേസിക് വൊക്കാബുലറി ഉണ്ട്, അതായത് ദ കൈൻഡ്സ് ഓഫ് വേർഡ്സ് ദാറ്റ് ബി യൂസ് എവറി ഡേ in our everyday conversation. Daily routine ആയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരണം. ഇപ്പം ഫോൺ, whatever we see right in front of us. Okay, so like chair, table, basic vocabulary. And then of course high frequency vocabulary is there. High frequency like can, may, a, the, they are high frequency. That means they are frequently used words. Then technical vocabulary, those words relate to the technology, like this podcast, this itself. And then environment, that also is part of this environmental engineering, etc. So it can be categorized into different categories. ഓക്കെ സാർ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞു ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബേസിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കുട്ടി വായനശീലം നല്ല രീതിയിൽ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ റീഡിംഗ് സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടെ തന്നെ കുറച്ച് മുൻപേ നമ്മൾ പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും പറയും ന്യൂ വേർഡ്സ് ഓരോ ദിവസം നമ്മൾ തന്നെ കണ്ടുപിടിച്ച് വരാം, അതിൻ്റെ അർത്ഥം പറയാം. ദെൻ നിങ്ങൾ കണ്ടുപിടിച്ച വേർഡ് ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്ത്, അപ്പോൾ മൊത്തത്തിൽ നമ്മൾ കുറേയധികം പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കും. സാർ കുറച്ച് മുൻപേ പറഞ്ഞ സിനോണിംസ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരൊറ്റ വാക്ക് ഇപ്പോൾ മരം മാത്രമാണെങ്കിൽ അതിൻ്റെ പല പല അർത്ഥങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. അതെ, തരൂ. അങ്ങനെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ ഇത്രയും കുറച്ച് ടിപ്സൊക്കെ നിങ്ങളും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വെക്കേഷൻ ടൈമിൽ നമുക്ക് ഗംഭീരമായിട്ട് ഇംഗ്ലീഷിനോടുള്ള ആ ഒരു പേടി അങ്ങോട്ട് മാറ്റാം. സോ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയെ നമുക്ക് ഒരു ഫ്രണ്ടിനെ പോലെ ഇനി കാണാൻ പറ്റും. ഇന്നത്തെ ഉയരെ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി കേട്ടോ. സോ ഇനിയും കുറേയധികം ടിപ്സും ട്രിക്സും ആയിട്ട് ഞാനും ഒപ്പം നമ്മുടെ സ്വന്തം റോയ് സാറും കൂടെ തന്നെയുണ്ട്. അടുത്തൊരു പാട്ടിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. കേട്ടുകൊണ്ടേയിരിക്കൂ. ഉയരെയാണ് പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മോടൊപ്പം ഉയരയിൽ ജോയിൻ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട, നമുക്ക് ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ സ്വന്തം റോയ് സാറാണ്. അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ മാന്താനം KE സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ആണ്. അതുപോലെ തന്നെ 30 വർഷത്തിലധികമായിട്ട് അദ്ദേഹം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. സോ സാർ, നമ്മൾ കുറച്ച് മുൻപ് ഒരു ബേസിക് എങ്ങനെയാണ് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ വൊക്കാബുലറി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി സംസാരിച്ചായിരുന്നു അല്ലേ? ഇനി നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ, ഒരു ഇൻട്രൊഡക്ഷനിലേ പറഞ്ഞ പോലെ, മലയാളികൾക്ക് ഇപ്പോഴും
ഒരു പേടി സ്വപ്നമാണ് ഇംഗ്ലീഷ് ഭാഷ അല്ലേ. നമ്മളൊന്ന് പതറുന്നത് ചില സമയത്ത് അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, നല്ല രീതിയിൽ എല്ലാവർക്കും ഭാഷയിൽ നല്ല രീതിയിൽ ഒരു ഈസിനെസ് വന്നിട്ടുണ്ട്. പക്ഷേ കുറേ പേർക്ക് എന്നാലും ഒരു ഭയമാണ് അല്ലെ ഈ ഒരു ഭാഷയെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്. സോ മലയാളികൾ കോമൺലി ഈ ഒരു ഭാഷ യൂസ് ചെയ്യുമ്പോൾ കണ്ടുവരുന്ന കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് സർ പൊതുവെ കണ്ടുവരുന്നത്? ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ മലയാളികൾക്ക് ഈ സ്പീക്കിങ്ങിൽ വളരെ പുറകോട്ടാണ്. നമുക്ക് കാണാൻ സാധിക്കും, വെളിയിൽ കേരളത്തിന് വെളിയിലോ ഇന്ത്യക്ക് വെളിയിലോ ചെല്ലുമ്പോൾ മലയാളികൾക്ക് സ്പീക്കിംഗ് സ്കിൽ അവരുടെ വളരെ പുറകോട്ടാണ്. പക്ഷേ റൈറ്റിങ്ങിൽ അവർ വളരെ ഹെഡാണ്, ഫാർ ഹെഡ്. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടെ സ്കൂളിൽ, അത് ആ സ്കൂളിൽ കിട്ടുന്ന ട്രെയിനിങ് ആണ് ആക്ച്വലി. സ്കൂളിൽ നമുക്ക് വി ആർ ഗിവൺ ഇനഫ് പ്രാക്ടീസ് ഇൻ റൈറ്റിംഗ്. പക്ഷേ സ്പീക്കിങ്ങിൽ നമുക്ക് അതിനുള്ള പ്രാക്ടീസ് കിട്ടുന്നില്ല. അത് ഒരുപക്ഷെ നമുക്ക് തരുന്ന കരിക്കുലത്തിൻ്റെയും കൂടെ പ്രോബ്ലം ആകാം. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ സിലബസും അതും ഇതൊക്കെ ആകാം. നമുക്ക് സ്പീക്കിംഗ് എന്നുള്ള ആ സ്കില്ലിന് നമുക്ക് വി ആർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതാകാം. പിന്നെ പൊതുവായിട്ട് മെനി മിസ്റ്റേക്സ് നമുക്ക് കാണാനും സാധിക്കും. പക്ഷെ നമ്മളത് എൻറ്റയർലി നമ്മളുടെ ഒരു മലയാളികളെ അങ്ങ് ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആഫ്റ്റർ ഓൾ ഇറ്റ് ഇസ് നോട്ട് അവർ നേറ്റീവ് ലാംഗ്വേജ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇംഗ്ലീഷ്, ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു വേർഷൻ തന്നെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കും. അത് ആക്സെപ്റ്റഡുമാണ്, റെക്കഗ്നൈസ്ഡ് ആണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് ഈസ് റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജ് നൗ. ബ്രിട്ടീഷ് അതുപോലെ അമേരിക്കൻ ആക്സെന്റ് ഒക്കെ പോലെ തന്നെ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ഡയലക്റ്റ് എന്ന് വേണേൽ പറയാം നമ്മുടെ ഉണ്ട്. പക്ഷേ എന്നാലും ചില കോമൺ മിസ്റ്റേക്സ് ഉണ്ട് വിച്ച് ഷുഡ് നോട്ട് ബി ക്രെപ്റ്റ് ഇൻ ടു അവർ ലാംഗ്വേജ് വൈൽ സ്പീക്കിംഗ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം മലയാളികളുടെ മാത്രമായിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു സെഡ് എന്നുള്ള ആ ശബ്ദമുണ്ട്, സി, ആ ലെറ്റർ നമ്മൾ പറയുന്നത് അത് തന്നെ. നമ്മൾ ഉദാഹരണത്തിന് ZERO, സീറോ എന്ന് പറയും. സീറോ, ഇറ്റ് ഷുഡ് ബി സീറോ ആക്ച്വലി. അതുപോലെ തന്നെ സീബ്ര, അത് പൊതുവേ നമ്മുടെ മലയാളികൾ അത് വളരെ കോമൺ ആയിട്ട്. പക്ഷേ ഇത് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പം പഞ്ചാബിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരത് ജീബ്ര എന്ന് പറയും, അല്ല ജീറോ എന്ന് പറയും. അപ്പോൾ അത് വേറൊരു എക്സ്ട്രീം അത് വേറൊരു സൈഡ് അതിൻ്റെ. അതുപോലെ തന്നെ സ്കൂൾ, നമ്മളിവിടെ സ്കൂൾ പറയുന്ന അവർ സ്കൂൾ എന്ന് പറയുന്നത്, അല്ലെ ഈ സ്കൂൾ എന്ന് പറയുന്നത്, അതൊക്കെ മാറി മാറിയൊക്കെ ഇരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇതിപ്പം പറയുന്നത്, നമ്മൾ വേറൊരു മെയിൻ മിസ്റ്റേക്ക് നമ്മൾ വരുന്നത്, നമ്മൾ പറയില്ല ക്യുക്ക് എന്ന് പലരും പറയും, ക്യുക്ക്. പക്ഷേ ആക്ച്വലി ഇറ്റ് ഷുഡ് നോട്ട് ബി ക്യുക്ക്, ഇറ്റ് ഷുഡ് ബി ക്വിക്ക്. KWIK എന്ന് പറഞ്ഞ പോലെ പറഞ്ഞത് ക്വിക്ക്. അതുപോലെ തന്നെ ക്വീൻ, നമ്മൾ മിക്കവാറും എല്ലാവരും പറഞ്ഞാൽ ക്യൂൻ ക്യുക്ക്. നമ്മൾ പല മൂവീസിലും പോലും കേട്ടിട്ടുണ്ട് ക്യൂൻ ക്യുക്ക് കമോൺ ക്വിക്ക്. അതല്ല എൻ്റെ ശരി, ക്വീൻ, ക്വിക്ക്, അങ്ങനെയുള്ള ചില മിസ്റ്റേക്സ് നമ്മൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ W പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, Wയും Vയും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ടൊരു ഉദാഹരണത്തിന് നമ്മൾ വെറ്റ് ആൻഡ് വെറ്റ്, അത് നമ്മുടെ ആ സൗണ്ടിൽ നിന്ന് നമുക്ക് അത് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുള്ളൂ ആ വാക്ക്. വെൻറ്റ് ആൻഡ് വെൻറ്റ്, അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാകുന്നത്. ഞാൻ വെൻറ്റ് എന്ന് പറഞ്ഞപ്പം ഐ റൗണ്ടഡ് മൈ ലിപ്സ് ആൻഡ് സ്പോക്ക് വെൻറ്റ്. അപ്പം WENT ആണത്. പക്ഷേ വെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VENT, അത് നമ്മുടെ ലോവർ ലിപ്പ് ഷുഡ് ഗെറ്റ് അണ്ടർ ദ അപ്പർ റോ ഓഫ് ടീത്ത്. അപ്പോൾ അത് വി ആയിട്ട് നമ്മൾ സംസാരിക്കും. ഫോണറ്റിക്സിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് നമുക്ക് തീർച്ചയായിട്ടും അത് ഞാൻ പ്രത്യേകം എൻ്റെ കുട്ടികളോടൊക്കെ ഞാൻ പറയാറുണ്ട്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വാട്ട്, വെൻ, വെയർ, വിച്ച്, ഹൂ, വൈ എക്സെട്ര. യു ഷുഡ് റൗണ്ട് യുവർ ലിപ്സ് വൈൽ പ്രൊണൗൺസിങ് ദീസ് വേർഡ്സ്. ബട്ട് വി നമ്മൾ റൗണ്ട് ചെയ്യരുത്. നമ്മുടെ ലോവർ ലിപ്പ് നമ്മുടെ അപ്പർ റോ ഓഫ് ടീത്തിൻ്റെ താഴെ വരത്തക്ക വിധമായിരിക്കണം വി പ്രൊണൗൺസ് ചെയ്യുന്നത്. വെറ്റ്, വെൻറ്റ്, വാസ്, അങ്ങനെയൊക്കെ. ഓക്കെ, ദെൻ പിന്നെ കുറച്ച് വേർഡ്സുകളൊക്കെ ഉണ്ട് നമുക്ക്. ഉദാഹരണത്തിന് നമ്മൾ ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന പോലെ, ലാംഗ്വേജ്, ഇറ്റ് ഈസ് നോട്ട് ലാംഗ്വേജ് ആക്ച്വലി, ഇറ്റ്സ് ലാംഗ്വേജ്. പിന്നെ നമ്മൾ എന്താണ്, ഇപ്പോൾ നമ്മൾ ഉദാഹരണം ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് SUITE. അത് മിക്കവാറും നമ്മൾ പറയുന്നത് സ്യൂട്ട് റൂം എന്ന് പറയും, സ്യൂട്ട് റൂം. അവിടെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, അവിടെ ഒരെണ്ണം ഒരെണ്ണം കണ്ടായിരുന്നു, ക്രിയേറ്റീവ്സ് ഷുഡ് ബി സ്വീറ്റ്, ഇറ്റ് ഷുഡ് ബി സ്വീറ്റ് റൂം, ആസ് ഇഫ് വി പ്രൊനൗൺസ് ഇറ്റ് ആസ് SWEET, സ്വീറ്റ് എന്ന് പറയാറില്ലേ, മധുരം എന്ന് പറയുന്ന പ്രൊനൗൺസിയേഷൻ, ആ ഒരു സൗണ്ട് ആണ് വരുന്നത്. അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളിപ്പം ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതിനാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ആ സൗണ്ട് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് അത്ലറ്റ് എന്ന് പറയാറില്ലേ, അത്ലറ്റ്, ഇറ്റ്സ് നോട്ട് അത്ലറ്റ്,
അത്ലീറ്റ്, അങ്ങനെ കുറേ വേർഡ്സുകളുണ്ട്. ഡൈവോഴ്സ്, ഇറ്റ് ഈസ് ഡിവോഴ്സ്, പിന്നെ കബേർഡ്, ഇറ്റ് ഈസ് നോട്ട് കബോർഡ്, ഇറ്റ് ഈസ് കബേർഡ്. അങ്ങനെ കുറച്ച്. ഇവൻ ദ വേർഡ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് നോട്ട് ക്വസ്റ്റ്യൻ പേപ്പർ, ഇറ്റ് ഈസ് ക്വസ്റ്റ്യൻ. അങ്ങനെ കുറേ വേർഡ്സുകൾ നമ്മൾ മിസ്പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് നോക്കിയാൽ മതി. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന അല്ലെങ്കിൽ തെറ്റിക്കുന്ന വേർഡ്സുകളാണ്, മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്സാണ്, വളരെ കോമൺ ആയിട്ടുള്ള. ഓക്കെ സാർ, ഓക്കെ. ഇനിയും കുറേയധികം ടിപ്സും ട്രിക്സും ആയിട്ട് ഞാനും ഒപ്പം നമ്മുടെ സ്വന്തം റോയ് സാറും കൂടെ തന്നെയുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ. ഉയരെയാണ് പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മോടൊപ്പം ഉയരയിൽ ജോയിൻ ചെയ്യുന്നത് നമുക്ക് ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ സ്വന്തം റോയ് സാറാണ്. നമ്മുടെ മാന്താനം കെ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ആണ്. അതുപോലെ തന്നെ 30 വർഷത്തിലധികമായിട്ട് അദ്ദേഹം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് സാർ. അതുപോലെ ഇപ്പോൾ പലരും ഇംഗ്ലീഷ് പറയാൻ പേടിക്കുന്നത് മിക്കവാറും എൻ്റെ ഗ്രാമറിന് തെറ്റുവരോ, അതുപോലെ തന്നെ ഇപ്പോൾ ചിലവർ വേഗം തന്നെ അത് മലയാളത്തിൽ നിന്ന് അതേപടി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. പക്ഷെ ആ ട്രാൻസ്ലേഷനിൽ മൊത്തം തെറ്റുമോ എന്നുള്ള പേടികളൊക്കെ ഉണ്ട്. സോ അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സാർ? നമ്മൾ ആസ് ഐ ടോൾഡ് യു ബിഫോർ, വി ആർ നോട്ട് നേറ്റീവ് സ്പീക്കേഴ്സ്. അതെ. അപ്പോൾ നമ്മൾ ഇതിന് നാച്ചുറലായിട്ട് നമ്മൾക്കിത് വരികയില്ല. അപ്പോൾ അല്ലെങ്കിൽ വി ഷുഡ് ബി പുട്ട് ഇൻ ടു ദാറ്റ് എൻവയറമെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ്. അപ്പോൾ അതാണ് നമ്മൾ പലയിടത്തും ചെയ്യാൻ നോക്കുന്നത്. ഏതാണ് ആ എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് സ്പീക്കിംഗ് നമ്മളവിടെ എൻഫോഴ്സ് ചെയ്യാൻ നോക്കുന്നു. അപ്പം നമ്മളവിടെ നാച്ചുറലായിട്ട് കുറേ കുട്ടികളെങ്കിലും അത് ലേൺ ചെയ്യും. പക്ഷേ ഇതൊന്നും സാധിക്കാത്തവർക്ക് നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ആ ഗ്രാമർ കുറച്ചെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പൊട്ടത്തെറ്റ് പറയും. ഇപ്പം നമ്മളുടെ ഇവിടെ ഈ സർക്കിളിലൊക്കെ ഓക്കെ, പക്ഷേ ദർ ആർ പ്ലേസസ് വേർ വി ആർ സപ്പോസ് ടു സ്പീക്ക് ഫ്ലുവൻ്റ്ലി കറക്റ്റ് ഇംഗ്ലീഷ്. അപ്പോൾ അവിടെ നമ്മൾ ഈ പൊട്ട ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തീർച്ചയായിട്ടും അവർ അവഗണിക്കും. നമ്മൾ മോശമായിട്ട് അവർ കൺസിഡർ ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അവിടെ കിട്ടുകയില്ല. അപ്പം നമ്മുടെ ഇംഗ്ലീഷ് മാറ്റേഴ്സ് ആക്ച്വലി, അവർ ലാംഗ്വേജ് മാറ്റേഴ്സ്. അപ്പോൾ എന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഗ്രാമറിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫിയർലെസ്ലി യു സ്പീക്ക് എനിവേ. അത് പ്രത്യേകിച്ചും അങ്ങനെ അല്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ഈ ലേണിംഗ് സ്റ്റേജിലൊക്കെ. You should speak fearlessly without worrying about the mistakes, the consequences, because there are no consequences. കാരണം നിങ്ങൾ ഇവിടെ അങ്ങനെയുള്ള ഒരു വലിയ സ്റ്റേജിലൊന്നും അല്ല പോയി ഇംഗ്ലീഷ് പറയുന്നത്. അപ്പം പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ യു ആർ ലേണിംഗ് ഇംഗ്ലീഷ്. അപ്പം വൈൽ ലേണിംഗ് ഇംഗ്ലീഷ് യു ഷുഡ് നോട്ട് ബി സോ മച്ച് കൺസേൺഡ് അബൌട്ട് ദ മിസ്റ്റേക്സ് ദാറ്റ് യു മൈറ്റ് മേക്ക് ഓർ യു ആർ ലൈക്ലി ടു മേക്ക്. ഓക്കെ, സോ അതിന് ഒത്തിരി വറീഡ് ആവേണ്ട കാര്യമില്ല ഈ ഗ്രാമറിനെ പറ്റി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഫ്യൂച്ചറിൽ ഇപ്പം നിങ്ങൾ വെളിയിലൊക്കെ പോകുമ്പോഴത്തേനും നല്ല ഇംഗ്ലീഷ് പറയണമെങ്കിൽ നിങ്ങളെന്നല്ല നമ്മളെല്ലാവരും ഇൻക്ലൂഡിങ് മൈ സെൽഫ്. ഓക്കെ, സോ നമ്മളെല്ലാവരും വെളിയിലൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല ഇംഗ്ലീഷ് പറയണമെന്ന് അവർ നമുക്ക് ആ ഒരു ഡിസ്റ്റിങ്ഷൻ അവിടെ കിട്ടും. അത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്. വെൻ വി യൂസ് ഗുഡ് ലാംഗ്വേജ്, ഫ്ലോലെസ് ലാംഗ്വേജ്, ഫ്ലുവൻറ്റ് ലാംഗ്വേജ്, കറക്റ്റ് ലാംഗ്വേജ്, നമ്മൾക്ക് വേണ്ട അറ്റൻഷൻ കിട്ടും, വേണ്ട പരിഗണനയും കിട്ടും. അതാണ് തീർച്ചയായിട്ടും. നമ്മൾ പറയാറില്ലേ, മാസ്റ്റർ ഇംഗ്ലീഷ് ആൻഡ് കോൺകർ ദ വേൾഡ്. മാസ്റ്റർ ഇംഗ്ലീഷ് ആൻഡ് കോൺകർ ദ വേൾഡ്. ഇപ്പോഴത്തെ കാലത്ത് വേറെ ഏത് ലാംഗ്വേജ് പഠിക്കുന്നതിലും തീർച്ചയായിട്ടും നമുക്ക് പഠിക്കേണ്ട ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയാണ്. നമ്മളിവിടെ ജർമ്മനും ഫ്രഞ്ചും അതും ഇതൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാത്രമുള്ളതാണ്. നമ്മൾ വേൾഡ് ഓവർ ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്കൊരു റെക്കഗ്നീഷൻ കിട്ടണമെങ്കിൽ, നമ്മൾക്ക് ഇവിടെ നമുക്കൊരു വെന്യൂ കിട്ടണമെങ്കിൽ അപ്പോൾ അതിനാണ് പറയുന്നത് ഇൻ്റർനാഷണൽ ലാംഗ്വേജാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളതിനെ വേണ്ട രീതിയിൽ നമ്മളത് കെയർ കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മൾ വളരെ ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കണം. അത് പഠിച്ച്
നല്ല പ്രാക്ടീസ് ചെയ്യണം, പ്രൊഫഷ്യൻ്റ് ആകണം ഈ ലാംഗ്വേജിൽ. എന്നാൽ തീർച്ചയായിട്ടും സക്സസ് വിൽ ബി യുവേഴ്സ്. സോ റോയ് സാറാണ് നമുക്ക് കുറേയധികം എളുപ്പവഴികളൊക്കെ പറഞ്ഞു തന്ന് നമ്മുടെ പേടിയെ മാറ്റാൻ കൂടെ തന്നെയുള്ളത്. ശരിക്കും കുറച്ച് മുൻപേ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു മൗണ്ട് എവറസ്റ്റ് പോലെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന, സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ് മറ്റെല്ലാ വിഷയത്തെ പോലെയും. ഇച്ചിരി സ്നേഹം കൂടി കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാണ്. ലൈക്ക് ആ ഒരു ഭാഷ പഠിക്കാനുള്ള സ്നേഹം കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, നമ്മൾ എന്തായാലും ഈ വിഷയത്തെ ടാക്കിൾ ചെയ്യും. അല്ലെങ്കിൽ ആ ഒരു ഭയത്തെ നമ്മൾ മറികടക്കും, അല്ലേ? യെസ്, മറികടന്നിരിക്കും ഇന്നത്തെ ഉയരയിലൂടെ. സോ പാട്ടുകളാണ് വരാൻ പോകുന്നത്. ഉയരയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് അന്നയും. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ കൂടെയുള്ള തന്നെയാണ്. നമ്മോടൊപ്പം ഇന്ന് ഉയരയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഇംഗ്ലീഷ് എക്സ്പേർട്ട് തന്നെയാണ്. 30 വർഷത്തിലധികം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചറായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു വരാണ്. നമ്മുടെ മാന്നാനം KE സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ റോയ് സാർ. റോയ് സാർ, നമ്മൾ കുറച്ച് മുൻപ് റീഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കുട്ടിയുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യത്തിൽ എന്ന് നമ്മൾ സംസാരിച്ചു. പക്ഷെ റീഡിങ്ങിനെ മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞ് നമ്മൾ സ്പീക്കിംഗ് സ്കിൽസും റൈറ്റിംഗ് സ്കിൽസും എടുത്തു വയ്ക്കാമെന്ന് വിചാരിക്കാം. സോ ഇതിൽ രണ്ടിലും വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഏത് സ്കില്ലിനാണ്? ഞാൻ ഇതിന് മുമ്പേ തന്നെ പറഞ്ഞു, നമ്മൾ മലയാളികൾ വി ആർ വെരി ഗുഡ് അറ്റ് റൈറ്റിംഗ്. ഓക്കെ, റൈറ്റിംഗ് സ്കില്ലിൽ നമ്മൾ വളരെ മിടുക്കന്മാരാണ്, പുലികളാണ്. നമ്മുടെ റൈറ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷിലെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ വളരെ സൂപ്പർബാണ്. അതിൽ മലയാളികളുടെ റൈറ്റിങ്ങും വളരെ എക്സലൻ്റ് ആണ്. പക്ഷേ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ തന്നെ സ്പീക്കിങ്ങിലാണ് നമ്മൾ ഒത്തിരി പുറകോട്ട് പോയിരിക്കുന്നത്. അതിന് കാരണങ്ങൾ ഇതാണ്: നമുക്ക് ആവശ്യത്തിന് ഇത് പ്രാക്ടീസ് കിട്ടുന്നില്ല, ട്രെയിനിങ് കിട്ടുന്നില്ല. അപ്പോൾ ഇനി കമ്മിങ് ടു ദാറ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ റൈറ്റിംഗ് ആണോ സ്പീക്കിംഗ് ആണോ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. അതായത് നമ്മളിപ്പോൾ എന്തിനാണോ, വാട്ട് ആർ വി ലേണിംഗ് ഇറ്റ് ഫോർ? അതായത് ഇപ്പം നമ്മൾ ഈ ലാംഗ്വേജ് ഒരു സ്പീക്കിംഗ് പർപ്പസിനാണ് ലേൺ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്പീക്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഉദാഹരണത്തിന് ഇപ്പം നമ്മളെവിടെയെങ്കിലും പോയി നമ്മൾ ഈ സ്പീക്ക് ചെയ്യുക, വെളിയിലേക്കൊക്കെ പോകുന്നതിന് കൂടുതലും വേണ്ടത് അവിടെ സ്പീക്കിംഗ് ആണ്. അപ്പോൾ സ്പീക്കിങ്ങിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബട്ട് ഫ്രം അനദർ പോയിൻ്റ് ഓഫ് വ്യൂ, എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ ടോഫലിൻ്റെ ഒരു റൈറ്റിംഗ് പാർട്ട് എഴുതുക, അങ്ങനെ ഇതുണ്ടല്ലോ, പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. അപ്പം അതിനൊക്കെ തീർച്ചയായിട്ടും നമ്മൾ റൈറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ റൈറ്റിംഗ് ആണ്. ഇപ്പം കേരളത്തിലെ നമ്മുടെ സ്റ്റേറ്റിലെ എക്സാം, ഇംഗ്ലീഷ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തന്നെ റൈറ്റിംഗ് ആണ്. റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓൾ ടൈപ്സ് ഓഫ് റൈറ്റിംഗ്, ലെറ്റർ റൈറ്റിംഗ്, പ്രസ് റൈറ്റിംഗ്, ആർട്ടിക്കിൾ, ബ്ലോഗ്, all sorts of writing. So there, if you don't give importance to writing, you will lose marks. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ആ സ്റ്റേജിൽ, ആ ലെവലിലുള്ള സ്റ്റഡിയാണ് നിങ്ങൾക്ക് അവിടെ വേണ്ടത്. എന്ത്, ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു റൈറ്റിംഗ്. പക്ഷേ സ്പീക്കിംഗ് നമ്മൾക്ക് വേണ്ട ഏരിയാസ് ഉണ്ട്, അവിടെ നമ്മൾ സ്പീക്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലാണ്ട് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LSRW എന്ന് പറയുന്നത്. അപ്പോൾ ആ ലിസണിങ് ഫസ്റ്റ്, ദിസ് ഈസ് ദ വേ, ദ പ്രോസസ് ഓഫ് ലേണിംഗ് എ ലാംഗ്വേജ്. ഫസ്റ്റ് എ ചൈൽഡ് ലിസൺസ്, then he or she speaks, then starts reading, and then starts writing. So LSRW, that's a normal process a language is learned. ബട്ട് നമുക്കിങ്ങനെ ഏതിനാണോ സ്ട്രെസ് കൊടുക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലായിട്ടുണ്ട് രണ്ടും. അതായത് കുറച്ച് മുൻപേ സാറ് പറഞ്ഞ പോലെ ഒരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വേ എന്ന് പറയുന്നത് LSRW, ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മളും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒരു ഭാഷയെ നല്ല രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കയ്യിലിരിക്കും നമ്മുടെ ഭാഷ. യെസ്, അപ്പോൾ എന്തായാലും ഇനിയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് പോകുന്നുണ്ട്. ഉയരയിലൂടെ നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് ഭാഷയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാം, കുറച്ചധികം പൊടിക്കൈകൾ കൂടുതൽ അറിയാം. സർഗക്ഷേത്ര 89.6 FM ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാതോരം കരുതലായി, കാലത്തിനൊപ്പം.
ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മോടൊപ്പം ഇന്ന് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട മാന്നാനം കെ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ റോയ് സാറാണ് കൂടെയുള്ളത്. സാർ, നമുക്കറിയാം 30 വർഷത്തിലധികം ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുള്ള അധ്യാപകനാണ് അദ്ദേഹം. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഒരുപാട് സ്കൂളുകളിൽ, കോളേജസുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ സാറിന്റെ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നമുക്ക് ഇന്നത്തെ കുട്ടികൾക്ക്, അതുപോലെ ഇംഗ്ലീഷ് ഭാഷയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് പ്രചോദനമായിരിക്കും. അതെന്തായാലും നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നു ഉയരയിലൂടെ. അതെ അതെ, ഉയരയിലൂടെ നമ്മൾ എല്ലാവരും ആ ഭാഷ ഈസി ആക്കി ഹെൽപ്പ് ചെയ്യാൻ കൊടുക്കാം അല്ലേ? നമുക്ക് ശ്രമിക്കാം. ഓക്കെ സാർ, അപ്പൊ നമ്മള് ഇംഗ്ലീഷിന്റെ സ്പീക്കിംഗ് സ്കിൽസിനെ പറ്റിയും റൈറ്റിംഗ് സ്കിൽസിനെ പറ്റിയും അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഇതാ ഇവിടെ വരെ എത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആക്സെന്റ്. ഇതെങ്ങനെ നമുക്ക് ബെസ്റ്റ് ആക്കാം? ഒരു വിദ്യാർത്ഥിയിലാണെങ്കിലും ഇംഗ്ലീഷ് പഠിക്കുന്ന ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും അവർക്ക് എങ്ങനെ ബെസ്റ്റ് ആക്കാം സാർ ഇത് രണ്ടും? See, as long as we are Indians, we can never acquire the accent and pronunciation of a native English speaker. Okay. It means we are born and brought up in India. Indians എന്നുള്ള വാക്കവിടെ നിൽക്കട്ടെ, because there are many Indians born in native English speakers countries. Okay? അപ്പോൾ അവിടെ അവർക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിവിടെ ആയിരിക്കുന്നിടത്തോളം കാലം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്രൊനൗൺസിയേഷൻ സ്റ്റൈലുണ്ട്. ആ നമ്മുടേതായിട്ടുള്ള ആക്സെൻറ്റ്. ഇപ്പം നമ്മൾ ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ വി ആർ ഡൂയിങ് സംതിങ് എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിലായിരിക്കും നമ്മളുടെ, അത് ആ നാച്ചുറലായിട്ട് നമ്മുടെ ആ ഇന്ത്യൻ ആക്സെൻറ്റ് വന്നിരിക്കും. അല്ലാണ്ട് നമുക്കിങ്ങനെ വളരെ, അല്ലെങ്കിൽ അത് വളരെ പ്രിറ്റൻഷ്യസ് ആയിരിക്കും നമ്മൾ ഒത്തിരി ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. എന്നാലും ഒത്തിരി പേര് അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു പരിധി വരെ നമ്മൾ ട്രൈ ചെയ്ത് നന്നായിട്ട് മാസ്റ്റർ ചെയ്തില്ലെങ്കിൽ അതൊരു വളരെ മോശമായിട്ട് തോന്നും. അത് നമ്മൾ അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും. അപ്പം നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിൽ അത് ഏറ്റവും ബെസ്റ്റായിട്ട് സ്പീക്ക് ചെയ്യാൻ നോക്കുക. നമ്മുടേതായിട്ടുള്ള ബി പ്രൗഡ് ഓഫ് യുവർ ഇന്ത്യൻനെസ്, യുവർ ഇന്ത്യൻ ആക്സെൻറ്റ്, ബട്ട് ട്രൈ ടു improve it and polish it, and then you will one day speak almost like a native speaker. ഓക്കെ, അത് പക്ഷേ എന്നാലും നമ്മുടെ പ്രൊനൗൺസിയേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പം അല്ലാണ്ട് വെറുതെ നമ്മൾ സാധാരണ ആൾക്കാർ പറയുന്നത് പോലെ ഒരു ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ലാത്തവർ പറയുന്ന പോലെ ആകരുത്. നമ്മൾ ഇംഗ്ലീഷ് ലേണേഴ്സായിട്ടുള്ളവർ, ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരും ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മാക്സിമമായിട്ട് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ്? ഇവിടെ നമുക്ക് ധാരാളം ഇംഗ്ലീഷ് മൂവീസ് ഉണ്ട്. നല്ല ഇംഗ്ലീഷ് മൂവീസ് കാണും. ഓക്കെ, നല്ല നല്ല ഇംഗ്ലീഷ് മൂവീസ് ഉണ്ട്. അതുപോലെ തന്നെ അൺലൈക്ക് ഇൻ ദ പാസ്റ്റ് നമുക്കിപ്പോൾ നല്ല ഇംഗ്ലീഷ് ന്യൂസ് ചാനൽസ് ഉണ്ട്. എത്രയോ ന്യൂസ് ചാനൽസ് ഉണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെ ദൂരദർശനിൽ ഏതാണ്ട് 9 o'clock ഒരു ഇംഗ്ലീഷ് ന്യൂസ് ടൈം ഉണ്ടായിരുന്നു, 9 to 9:30. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ പോയി വളരെ കൃത്യതയോടെ പോയി കേൾക്കുമായിരുന്നു. അതൊക്കെയായിരുന്നു എ വേ ഓഫ് ഇംപ്രൂവിങ് അവർ പ്രൊനൗൺസിയേഷൻ, ഇംഗ്ലീഷ് ആക്സെൻറ്റ്. അപ്പോൾ അതൊക്കെ അന്ന് ചെയ്യുമായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ്, നമുക്ക് ഇംഗ്ലീഷ് ന്യൂസ് ചാനൽസ് ഇവിടെ ധാരാളമുണ്ട്. അത് കേൾക്കാം, അത് പോയി കാണുക. പിന്നെ ഈ കമൻട്രീസൊക്കെ ധാരാളം, അതിൽ നിന്നൊക്കെ ഒന്ന് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പം നാച്ചുറലി അവർക്ക് അതിൻ്റെയൊക്കെ ഇംബൈബ് ചെയ്തിട്ട് ഈ പ്രൊനൗൺസിയേഷൻ നാച്ചുറലി അവരുടെ ഉള്ളിലേക്ക് അത് കടന്നുകൂടും. പിന്നെ നമുക്ക് ഇതുപോലെയുള്ള പോഡ്കാസ്റ്റ്, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇത് മലയാളത്തിലാണ്, പക്ഷേ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ധാരാളമുണ്ട്. അപ്പം എന്തെല്ലാം ഉണ്ട്, ഇപ്പം മാസ് മീഡിയ ഉണ്ട്, മറ്റേ സോഷ്യൽ മീഡിയ ഉണ്ട്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ ഒരല്പം ശ്രദ്ധിക്കുക, അതിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ചിലത് നമ്മൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ഇതിനു വേണ്ടി തന്നെ സമയം മാറ്റി വെച്ച്, ചിലത് അറിയാണ്ട് തന്നെ നമ്മൾ ഇംബൈബ്ഡ് ആവും. അത് അല്ലാണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി ടൈം മാറ്റി വെച്ച് ചെയ്യുക. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ നമുക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, വേൾഡ് കോൺക്വർ ചെയ്യാൻ പറ്റും. നമുക്ക് ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മാർഗങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തായാലും സാറ് പറഞ്ഞ പോലെ പണ്ടാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് കേൾക്കാനും പഠിക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും സാധ്യതകൾ കുറവായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്തിൽ നമ്മുടെ വിരൽ തുമ്പിൽ നമുക്ക് എല്ലാം ഉണ്ട് അല്ലേ? ഇപ്പോൾ ജസ്റ്റ് ഒരു വേർഡ് തന്നെ എങ്ങനെ നമ്മൾ സംസാരിക്കണം, എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, അത് വർക്ക്ഔട്ട് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ തന്നെ ഇംഗ്ലീഷിനെ
പിടിച്ചു കെട്ടാൻ പറ്റും അല്ലേ? നമ്മുടെ കാലത്ത് ഞാനൊക്കെ MA പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പാലാ സെയിൻറ്റ് തോമസ് കോളേജിലാണ് MA ഇംഗ്ലീഷ് പഠിച്ചത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു വേർഡ് കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഈ ഡിക്ഷണറി ഇല്ലാത്ത നമുക്ക് എൻസൈക്ലോപീഡിയ തപ്പിപ്പോണം. ആ എൻസൈക്ലോപീഡിയ ഇന്നിപ്പം നമുക്ക് വിക്കിപീഡിയ എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ഇൻ്റർനെറ്റ് എൻസൈക്ലോപീഡിയാസ് ഉണ്ട്, ഈ എൻസൈക്ലോപീഡിയാസ് ഉണ്ട്. പക്ഷേ അന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, നമ്മൾ ലൈബ്രറി പോയി. സെയിൻറ്റ് തോമസ് കോളേജിൽ എൻസൈക്ലോപീഡിയ ഉണ്ടായിരുന്നു, ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ ഒക്കെ ഇപ്പം പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നതാണ്. അപ്പോൾ അവിടെ പോയി മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്താണ് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു അല്പം ഇൻഫർമേഷൻ കിട്ടുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്തോ അതൊന്നും ആവശ്യമില്ല. എവറിത്തിങ് ഈസ് ദേ അറ്റ് യുവർ ഫിംഗർ ടിപ്പ് അല്ലേ? എവറിത്തിങ് വളരെ ഹാൻഡി ആയിട്ട് ഇറ്റ്സ് അവൈലബിൾ. അപ്പോൾ അത് മേക്ക് യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് നോട്ട് ബി അബ്യൂസ്ഡ്, റാദർ ദീസ് ഫെസിലിറ്റീസ് ഷുഡ് നോട്ട് ബി അബ്യൂസ്ഡ് ബട്ട് യൂസ്ഡ് പ്രോപ്പർലി. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് പക്ഷേ ഇപ്പോഴത്തെ യങ് ജനറേഷൻ ഇപ്പോൾ അവരോട് ഈ സെയിം സാധനം ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അത് മാറ്റിവെക്കും. അതേസമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ കേട്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി കേൾക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുക. അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ്, ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോഴത്തെ യങ് ജനറേഷനിൽ പലർക്കും ഉള്ളത്. എല്ലാവർക്കും അല്ല, പലർക്കും. സോ നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞു എല്ലാ വിവരങ്ങളും നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. സോ കാതോരം നമ്മളുണ്ട് കരുതലായി കാലത്തിനൊപ്പം. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ, കൂടെയുള്ളത് അന്നയും. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ, കൂടെയുള്ള തന്നെയാണ്. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഉയരയിലൂടെ അല്ലേ? ഈ ഒരു ഭാഷയെ